ഹലോ ഗായ്സ്, ഇന്ന് അയിനുക്കാക്ക വീട്ടിലില്ല. അയിനുക്കാക്കയും ഉമ്മയും കൂടെ ഒരു ട്രിപ്പ് പോയിരിക്കുക തമിഴ്നാട്ടിൽ. അപ്പം ഞാനും പപ്പയും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഇന്നത്തെ ഞാൻ തീരുമാനിച്ചു ഇന്നത്തെ നൈറ്റിൻ്റെ ഡിന്നറും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ പപ്പൻ്റെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വേണ്ടേ, അപ്പം അത് മേടിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം പപ്പ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോവാം. ആൻഡ് വെൽക്കം ബാക്ക് ടു ബ്രദർ സിസ്റ്റർ ചാനൽ. ഞാൻ കുക്ക് ചെയ്യാനുള്ള ത്രില്ലിലാണ് ഗായ്സ്. അപ്പം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കണ്ടേ, അപ്പം നമുക്ക് പോയി മേടിക്കാം. സോ കം ഓൺ. ഇന്ന് നൈറ്റ് ഡിന്നറിനുള്ളതും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉള്ള ഫുഡുകളാണ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതൊരു സ്പെഷ്യൽ ഡിഷ് ആയിരിക്കും. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കണ്ടേ. അപ്പം ഞാൻ പപ്പനെ വലിച്ചു കൊണ്ടുവന്നതാ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാന്നും പറഞ്ഞോണ്ട്. അപ്പൊ കമോൺ, ഇപ്പൊ നമുക്ക് മേടിക്കാം. കമോൺ. കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയി കുക്ക് ചെയ്യാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ഡിന്നറിന് ഉണ്ടാക്കുന്നത് ചപ്പാത്തി മുട്ട റോസ്റ്റും ആണ്. അത് നമുക്ക് മുട്ട റോസ്റ്റും ഉണ്ടാക്കാം. അതിനുള്ള സാധനങ്ങൾ ആദ്യം തന്നെ എടുക്കാം. മുട്ട റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അരിയാൻ. ഇനി നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി, സബോള, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുട്ട റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. മുട്ട ബോയിൽ ചെയ്തിട്ടാണ്. ഇനി നമുക്ക് മുട്ട ബോയിൽ ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. നമ്മൾ മുട്ട ബോയിലാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതാവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓണാക്കാം. തിരിക്കാൻ കുറച്ച് വഴിയുണ്ടോ, തിരിക്കാൻ എന്താ പാട്. ഓക്കെ, നമുക്ക് ഇട്ടാം. പേടിച്ചല്ല, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. എടുക്കട്ടെ, നമുക്ക് കുറച്ച് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് സ്മെല്ല് ഒഴിക്കാം കേട്ടോ. മതി. ഇനി
നമുക്ക് ചൂടാവട്ടെ. ചൂടൊരിക്കണോന്നൊരു സംശയം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇടാം. അതിനുശേഷം നമുക്ക് ഇളക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ആദ്യമായിട്ട് ഇങ്ങനെ വലുതായിട്ട് കുക്ക് ചെയ്യണം. ഇളക്കാൻ നല്ല സുഖം. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം. നല്ലപോലെ ഇതും മിക്സ് ചെയ്യാം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഇട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാം. ഇടയ്ക്ക് മിസ്റ്റേക്സ് ഒക്കെ കിട്ടും, ഇടയ്ക്ക് തെറിച്ചൊക്കെ പോകും. ഫസ്റ്റ് ടൈം അല്ല കുക്ക് ചെയ്യണത്. ഇനി ഇത് പെട്ടെന്ന് ബ്രൗൺ കളറാവും. അപ്പം അത് ബ്രൗൺ കളർ ആവുമ്പം നമുക്ക് സബോള ഇടാം കേട്ടോ. കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സബോള ഇടാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി സബോള നല്ലപോലെ വാടണം. വാടുന്നവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. സബോള നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. ഇനി നമുക്ക് 1 സ്പൂൺ ഉപ്പിടാം. നല്ലപോലെ ഇളക്കാം. നല്ല സുഖം ഇളക്കാം. നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇടാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് എന്ത് കളറാണാവോ? നല്ലപോലെ മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി കൂടുതലിടാൻ പാടില്ല. മഞ്ഞൾപ്പൊടി കുറച്ചിട്ടാൽ മതി. ഇപ്പോൾ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി കൂട്ടി കഴിക്കുമ്പം മഞ്ഞൾപ്പൊടീൻ്റെ ടേസ്റ്റ് വളരെ കൂടുതലായിരിക്കും. ഇനി നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അയ്യോ, ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയി. നമുക്ക് തക്കാളി ഇടാം.
ഇതൊക്കെ കഴിച്ചിട്ടിടാം. നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി കാണുമ്പോൾ എന്താ പോലെ. ഇതിന് ശേഷം നമുക്ക് 2 സ്പൂൺ മീറ്റ് പൊടി ഇടാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ലേശം വെള്ളം ഒഴിക്കാം. കുറച്ചും കൂടി ഒഴിക്കാം. നമുക്ക് നല്ലൊരു മിക്സ്. അയ്യോ, ഇപ്പൊ തട്ടി വീണായിരുന്നേ. ഒരു സൗണ്ട് ഉണ്ടായിരുന്നു, പെട്ടെന്ന് നിന്നു, എന്താ അറിയില്ല. നല്ലപോലെ വന്നിട്ടുണ്ട്. ഇപ്പൊ മസാല നല്ലപോലെ വെന്തോണ്ടിരിക്കുവാണ്. ഇനി നമുക്കിത് നല്ലപോലെ വെന്തോട്ടെ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇപ്പൊ മുട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊളിക്കാം. നമുക്ക് ഈ പാത്രത്തിൽ അങ്ങനെ നമുക്ക് എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് മുട്ടയൊക്കെ ഇഷ്ടമാണോ ഗൈസ്? എനിക്ക് മുട്ട നല്ലപോലെ ഇഷ്ടമാണ് കേട്ടോ. ചെയ്യാനും ഇഷ്ടമാണ്, കഴിക്കാനും ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ചൂട് പോവും ഉള്ളിലുള്ള. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ വെക്കാം. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ഇതും കൂടെ പൊളിക്കാം. നമുക്ക് ഇത് പൊളിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ചൂട് പോവല്ലോ, അപ്പോൾ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ആ പാത്രത്തിലേക്ക് വെക്കാം. നിങ്ങൾ എങ്ങനെ ചെയ്യാറുണ്ടോ? ഇതിന് കുറച്ച് ചൂടുണ്ടായിരുന്നു, ഉള്ളിൽ വെള്ളം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ 4 മുട്ട എങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റി വെക്കാം. അപ്പം നമ്മൾ 4 മുട്ടയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടിയിലേക്ക് നമുക്ക് പോവാം. മുട്ട റെഡി ആയിട്ടുണ്ട്, ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് കുറച്ച് ഗ്രേവി മാറ്റി വെക്കാം. എന്നിട്ട് ഈ മുട്ട ഇങ്ങനെ ഓരോ സ്ഥലത്തായി വെക്കാം. ഇനി നമുക്ക് ബാക്കി വെച്ച് ആ ഗ്രേവി എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതെങ്ങനെ ഉണ്ടെന്ന് പപ്പ ടേസ്റ്റ് ചെയ്തിട്ട് പറയട്ടെ. ഇനി ഇതിൻ്റെ കൂടെ കടിക്കാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പപ്പനെ വിളിച്ചിട്ടും വരാം. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അപ്പം ഞാൻ ചപ്പാത്തി ഓൾറെഡി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി ഇനി ഇത് കുറച്ച് ഇതാവാനുണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചപ്പാത്തി ഞാൻ സ്ഥിരം ഉണ്ടാക്കാറുള്ളതാണ്.
അതുകൊണ്ട് ഇതിൽ മിസ്റ്റേക്സ് ഒന്നും വരാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്, അപ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. നമുക്ക് അടുത്ത സൈഡ് വെച്ചിട്ട് എന്നിട്ട് ഇനി ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. നല്ലപോലെ ആയിക്കോട്ടെ. എടുക്കാം, കാസറോളിലൊക്കെ ഇടാം. നമുക്ക് കാസറോളിലൊക്കെ ഇട്ടതിന് ശേഷം ആണ് ഞാൻ നെയ്യ് ഇടാറുള്ളത്. ചിലവരൊക്കെ ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഇട്ടിട്ടാണ് കാസറോളിലൊക്കെ ഇടാറുള്ളത്. പക്ഷെ ഞാൻ അങ്ങനെ നല്ലോണം ഇത് നമുക്ക് അടുത്ത ചപ്പാത്തി എടുക്കാം. ഇത് എയിമുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും ആയതിനു ശേഷം ഞാൻ പിന്നെയും ചോദിക്കും, ഒരെണ്ണം കൂടെ ചൂടട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. തിരിച്ചിടാം. ഒരു മിസ്റ്റേക്ക് പറ്റി. കുഴപ്പമില്ല, അത് നമുക്ക് ചെയ്യാം. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഗൈസ്. ആ മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഞാനത് തിരുത്തുന്ന സമയത്ത് നല്ലപോലെ പൊങ്ങി കേട്ടോ. നല്ലപോലെ ബബിൾ വന്നത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. എടുക്കാം. നമുക്ക് അടുത്ത ചപ്പാത്തി ഇട്ടതിന് ശേഷം നമുക്ക് നെയ്യിടാം. അടുത്ത് ഇട്ടിട്ടുണ്ട്, ഇനി നമുക്ക് നെയ്യിടാം. അപ്പം നമുക്ക് ബ്രേക്കും കിട്ടും, നെയ്യിടാനും സമയം കിട്ടും. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചൂടാവൂലേ. ഇതുവരെ ഞാൻ ഇട്ടതിന് ശേഷം പോലും അതായിട്ടില്ല, ആയി വരുന്നുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ 5 ചപ്പാത്തിയാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഒരെണ്ണം കഴിക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണവും പപ്പ ഒരു 4 എണ്ണവും കഴിക്കും. അപ്പം 5 എണ്ണമായി. ഇതെന്ത് ഇങ്ങനെ എടുക്കാം. അതങ്ങനെ ഇങ്ങനെ നടക്കട്ടെ. ഉമ്മ വീട്ടിലില്ലാത്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. നമ്മളിതിങ്ങനെ ആക്കാൻ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഭാഗത്ത് നല്ലപോലെ ഇങ്ങനെ പിച്ചിട്ടാക്കണം, എന്നാലും ഇത് നല്ലപോലെ ആവും. നമുക്ക് എടുക്കാം. ഇപ്പൊ പോയാലും ഇത് നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന കട്ടൻ ചായയാണ്. അപ്പം നമുക്ക് ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാം, എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കണം കേട്ടോ. ഗ്യാസ് ഓണാക്കാൻ നേരത്തെ പോലെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗായ്സ്. ഗായ്സ് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് ശരിയല്ല, കുറച്ചുകൂടെ വയ്ക്കാം, മതി. അത് വെന്തതിന് ശേഷം നമുക്ക് ചായയിൽ പൊട്ടിട്ടാം. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇത് തുറന്നു ഇടാനാവുമ്പം ഒരു ഇത് വരും, ബബിൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാം. രണ്ട് സ്പൂൺ ഇടാവേ. നമുക്ക് നല്ലപോലെ ഇളക്കാം.
വരുന്ന പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. സ്പൂൺ ആയതുകൊണ്ടേ കഴിഞ്ഞ ഇവിടേക്ക് എന്തോ ഒരു ചൂട് വരുന്നു. നമുക്ക് പഞ്ചസാര ഇടാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, പഞ്ചസാര എടുത്തന്നെ ഇരിപ്പുണ്ട്. ഇതാ നമ്മൾ തുറന്നു. കുറച്ചേ ഉള്ളൂ, അതിനകത്തുണ്ടോ ഈ സ്പൂൺ. ഇതിപ്പോൾ നമ്മുടെ 3ാമത്തെ സ്പൂണാണ്. എന്നിട്ട് നമുക്ക് ഇപ്പം 4ാമത്തെ സ്പൂണായി. അതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്നുകൂടെ ഇളക്കണം. കണ്ട പഞ്ചാര കിടക്കണം, നല്ലപോലെ ക്ലിയർ ആയി കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇളക്കാം. ഇപ്പൊ ഡിന്നർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇവിടെ വെച്ചതിന് ശേഷം പപ്പനെ വിളിക്കാവേ. ഓക്കെ, 2 പേർക്കും ഉള്ളതായിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് എടുത്തിട്ടുണ്ടല്ലോ. കമാൺ, വിശ്വാസം തുള്ളി ഉണ്ടാവാൻ ചാൻസ്. എത്ര പ്ലേറ്റ് ഇരിക്കണേ? ഈ പ്ലേറ്റ് എടുക്കാം. ഞാനും ഈ പ്ലേറ്റ് തന്നെ എടുക്കാം. ഇനി നമുക്ക് പപ്പക്ക് സെർവ് ചെയ്യാം. തുറക്കാൻ പാടില്ല. തുറന്നു. പപ്പക്ക് എത്ര ചപ്പാത്തി? 4 ചപ്പാത്തി. 1 2. ഇനി പപ്പക്ക് നമുക്ക് മുട്ട റോസ്റ്റ് സെർവ് ചെയ്യാം. ഗ്രേവിയും നമുക്ക് വെക്കണം. സൈഡിനൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ സെർവ് ചെയ്ത് എനിക്ക് ഇങ്ങനെയുണ്ട്. കഴിച്ചു നോക്കിയിട്ട് പറ. മുട്ടയും കൂട്ടി കഴിക്കേ. മുട്ടയും കൂട്ടി കഴിക്കേ. ഞാൻ ഒരു സ്പൂൺ കഴിച്ചു നോക്കിയാണ്ടാണെന്ന് തോന്നുന്നു. എരിവല്ല തോന്നി. മുട്ട കൂട്ടി കഴിച്ചപ്പോ എങ്ങനെയുണ്ട്? ചപ്പാത്തി നെയ്യിട്ട് അടിപൊളിയാണ്. ചപ്പാത്തില് നെയ്യിൽ അമ്മ ഒഴിപ്പിച്ചല്ലേ? ഇനിയിപ്പോ സനം പറ്റാത്ത നീ കുക്ക് ചെയ്ത് തരും പപ്പക്ക് അല്ലേ? എന്റെ കട്ടൻ ചായ എങ്ങനെ ഉണ്ടാവും? സൂപ്പർ കട്ടൻ ചായ. ഉമ്മ ഉണ്ടാക്കണ അളവിലേക്ക് ആയില്ല, എന്നാലും സൂപ്പറായിരുന്നു. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് മോർണിംഗിന് കാണാം. അപ്പം ഡിന്നർ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പപ്പക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി മോർണിംഗിന് കാണാം. അപ്പം ഗുഡ് നൈറ്റ് ആൻഡ് ബൈ.